പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 4ലെ പേജ് നമ്പർ 93ലെ ഫിഗർ ഇറ്റ് ഔട്ടാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. സാമന്ത വിസിറ്റഡ് എ ടീ ഗാർഡൻ ആൻഡ് കളക്റ്റഡ് ഡേറ്റ ഓഫ് ദി ഇൻസെക്ട്സ് ആൻഡ് ക്രിറ്റേഴ്സ് ഷീ സോ ദർ. ഹിയർ ഈസ് ദ ഡേറ്റ ഷീ കളക്റ്റഡ്. അപ്പോൾ അവളൊരു ടീ ഗാർഡൻ വിസിറ്റ് ചെയ്തു. അപ്പോൾ അവൾ അവിടെ കണ്ട ഇൻസെക്ട്സിൻ്റെയും ക്രിറ്റേഴ്സിൻ്റെയും ഒക്കെ ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റയാണ് ഇവിടെ തന്നിട്ടുള്ളത്. മൈറ്റ്സ് 6, കാറ്റർപില്ലേഴ്സ് 10, ബീറ്റിൽസ് 5, ബട്ടർഫ്ലൈസ് 3, ഗ്രാസ് ഹോപ്പേഴ്സ് 2. ഇത്രയും ഇൻസെക്ട്സിനെയും ക്രിറ്റേഴ്സിനെയുമാണ് അവളവിടെ കണ്ടത്. ഹെൽപ്പ് ഹെയർ പ്രിപ്പയർ എ ബാർ ഗ്രാഫ് റെപ്രസെൻറ്റിംഗ് ദിസ് ഡേറ്റ. ഈ ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ബാർ ഗ്രാഫ് പ്രിപ്പയർ ചെയ്യാൻ അവളെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാർ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ബാർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നമ്മൾ ബാർ ഗ്രാഫ് വരയ്ക്കുന്നത്? ആദ്യം നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും വരയ്ക്കും. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് നമ്മൾ സ്കെയിൽ നോക്കണം അല്ലേ. നമുക്ക് ഒരു യൂണിറ്റ് എത്ര വെച്ചാണ് എടുക്കാൻ പറ്റുന്നതെന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വരയ്ക്കുന്ന ബാറിന് യൂണിഫോം വിഡ്ത്തായിരിക്കണം. ബാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം. അപ്പോൾ ബാർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് എന്തൊക്കെയാണ്? ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഈസ് 2, ഗ്രേറ്റസ്റ്റ് നമ്പർ ഈസ് 10 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? ഒന്നെങ്കിൽ നമുക്ക് 1 2 3 4 5 6 7 8 9 10 അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 2 4 6 8 10 ഇങ്ങനെ എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഗ്രാഫ് കിട്ടും. ഓക്കെ, 10 വരെയുള്ളതാണെങ്കിൽ നമുക്ക് വലിയ ഗ്രാഫായിട്ടായിരിക്കും കിട്ടുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഗ്രാഫ് ഒരു യൂണിറ്റ് 1 ആയിട്ട് തന്നെ എടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരു ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും വരയ്ക്കണം. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് എടുത്തിട്ട് സ്കെയിലും പെൻസിലും യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. നിങ്ങൾ ഗ്രാഫ് പേപ്പറിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈനും ഇതേപോലെ ഒരു വെർട്ടിക്കൽ ലൈനും വരയ്ക്കുക. ഇങ്ങനെ 2 എണ്ണം വരയ്ക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഈ ഹൊറിസോണ്ടൽ ലൈനിലായിരിക്കും നമ്മൾ ടൈപ്സ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ക്രിറ്റേഴ്സ് എഴുതുന്നത്. അതായത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേര് എഴുതുന്നത് ഹൊറിസോണ്ടൽ ലൈനിലായിരിക്കും. വെർട്ടിക്കൽ ലൈനിലായിരിക്കും നമ്മൾ നമ്പർ ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ക്രിറ്റേഴ്സ് എഴുതുന്നത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ഇവിടെ താഴെ നമ്മൾ എന്താ എഴുതുന്നത്? ടൈപ്സ് ഓഫ് ഇൻസെക്ട്സ് ഇവിടെ എഴുതും. ഈ സൈഡിൽ നമ്മൾ നമ്പർ ഓഫ് ഇൻസെക്ട്സ് എഴുതും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ എഴുതുകയാണ് കേട്ടോ, നമ്പർ ഓഫ് ഇൻസെക്ട്സ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നമ്മൾ വരയ്ക്കുന്ന ഉടനെ നമ്മൾ വരയ്ക്കുന്ന ബാറിന് യൂണിഫോം വിഡ്ത്തായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ സ്കെയില് 1 ആയിട്ട് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. 1 യൂണിറ്റ് 1 ആയിട്ട് തന്നെ എടുക്കുന്നു. അപ്പോൾ നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഇനി നമ്മൾ 2 വെച്ചാൽ എടുക്കുന്നതെങ്കിലോ ഇത് 2 4 6 8 10 ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ സ്കെയിൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ എഴുതണം. എന്താണ് സ്കെയില്? 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻസെക്ട് ഓർ ക്രിറ്റർ. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് വൺ എന്താണ്? മൈറ്റ്സ് ആണ്. മൈറ്റ്സ് 6 ആണല്ലേ. അപ്പോൾ നമുക്ക് ബാറായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതാ നമ്മളിവിടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഈ ഒരു പോർഷനിലാണ് നമ്മൾ മൈറ്റ്സിനെ വരയ്ക്കുന്നത്. ഇവിടെ നിങ്ങൾ 6ൽ ഇവിടെ വരുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ബാർ വരയ്ക്കുക. കണ്ടല്ലോ, ഇങ്ങനെ നിങ്ങളൊരു ബാർ വരയ്ക്കുക. ഇത് 6. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഷെയ്ഡ് ചെയ്യാം. ഷെയ്ഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി സെക്കൻഡ് വൺ എന്താണ്? കാറ്റർപില്ലേഴ്സ് 10 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി അടുത്തത് ഇവിടെ നമ്മൾ ഇത്രയും ഗ്യാപ്പാണ് വിട്ടത്. ആ സെയിം ഗ്യാപ്പ് തന്നെ ഇവിടെ വിട്ടിട്ട് അടുത്ത യൂണിറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ കാറ്റർപില്ലേഴ്സ്
കാറ്റർപില്ലേഴ്സ്. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾ ചരിച്ച് കറക്റ്റായിട്ട് എഴുതുക കേട്ടോ. കാറ്റർപില്ലേഴ്സിൻ്റെ അവിടെ 10 ആണ്. അപ്പോൾ അത് 10 എന്ന് പറയുന്നത് ഇവിടെയാണ് കണ്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് എവിടെയാണോ മാർക്ക് ചെയ്തത് അത് നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെയൊരു ബാർ വരയ്ക്കുക. ഇനി അടുത്തത് ബീറ്റിൽസ് 5 ആണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ഗ്യാപ്പ് ഇവിടെ 1 യൂണിറ്റ് വിടുക. എന്നിട്ട് ഇവിടെ വേണം നമ്മൾ ബീറ്റിൽസിൻ്റെത് വരയ്ക്കാൻ. ബീറ്റിൽസിനും അതേപോലെ തന്നെ ബീറ്റിൽസ് എത്രയായിരുന്നു? 5 ആയിരുന്നു അല്ലേ. അപ്പോൾ 5ൽ നിന്ന് 5 ഇതാ ഇവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് ഇതാ ഇങ്ങനെ ഒരു ബാർ വരയ്ക്കുക. ഇനി അടുത്തത് ബട്ടർഫ്ലൈസ് 3 ആണ്. അപ്പോൾ 3ൽ നിന്ന് അടുത്ത ബാർ വരയ്ക്കുക. സെയിം ഗ്യാപ്പ് വിട്ടിട്ട് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. ഇതാ ഇവിടെ ഇത് ബട്ടർഫ്ലൈസ്. ഇനി അടുത്തത് ഗ്രാസ് ഹോപ്പേഴ്സ്. അത് 2 ആണ്. അപ്പോൾ കറക്റ്റ് ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഇതാ 2 ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് 2 നോക്കിയിട്ട് അടുത്ത ബാർ വരയ്ക്കുക. ഓക്കെ, ഇത് ഗ്രാസ് ഹോപ്പേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാർ ഗ്രാഫ് വരയ്ക്കുക. നിങ്ങൾ ഗ്രാഫ് എടുത്തിട്ട് സ്കെയിലും പെൻസിലും ഒക്കെ യൂസ് ചെയ്തിട്ട് ഭംഗിയായിട്ട് വരയ്ക്കുക കേട്ടോ. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. പൂജ കളക്റ്റഡ് ഡേറ്റ ഓൺ ദി നമ്പർ ഓഫ് ടിക്കറ്റ്സ് സോൾഡ് അറ്റ് ദി ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷൻ ഫോർ എ ഫ്യൂ ഡിഫറെൻറ്റ് സിറ്റീസ് ഓഫ് മധ്യപ്രദേശ് ഓവർ എ 2 hour പീരീഡ്. അപ്പോൾ ഭോപ്പാലിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മധ്യപ്രദേശിലെ ഡിഫറെൻറ്റ് സിറ്റീസിലേക്ക് പോകുന്ന ട്രെയിനിൻ്റെ ടിക്കറ്റുകൾ വിറ്റതിൻ്റെ ഡേറ്റ പൂജ കളക്ട് ചെയ്തു. അതാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, വിദിഷയിലേക്ക് 24 ടിക്കറ്റ്സ്, ജബൽപൂരിലേക്ക് 20, സിയോണിലേക്ക് 16, ഇൻഡോർ 28, സാഗർ 16. ഷീ യൂസ് ദിസ് ഡേറ്റ ആൻഡ് പ്രിപ്പയർ എ ബാർ ഗ്രാഫ് ഓൺ ദി ബോർഡ് ടു ഡിസ്കസ് ദ ഡേറ്റ വിത്ത് ഹെർ സ്റ്റുഡൻസ് ബട്ട് സംവൺ ഇറേസ്ഡ് എ പോർഷൻ ഓഫ് ദി ഗ്രാഫ്. അപ്പോൾ അവളിത് അവരുടെ സ്റ്റുഡൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അവൾ ഇത് ഉപയോഗിച്ചൊരു ബാർ ഗ്രാഫ് ബോർഡിൽ വരച്ചു. പക്ഷേ ആരോ ഈ ഗ്രാഫിൻ്റെ കുറച്ച് പോർഷൻ ഇറേസ് ചെയ്തു. അപ്പോൾ നോക്കിയേ, അങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഒരു ബാർ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. കുറേ ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. അതിനൊക്കെ നമ്മളിത് നോക്കിയിട്ട് ആൻസർ പറയണം. നോക്കിയേ, റൈറ്റ് ദ നമ്പർ ഓഫ് ടിക്കറ്റ് സോൾഡ് ഫോർ വിദിഷ എബവ് ദി ബാർ. ഈ ബാർ നോക്കിയിട്ട് വിദിഷയിലേക്ക് പോകുന്ന ട്രെയിനിന് വിറ്റ നമ്പർ ഓഫ് ടിക്കറ്റ്സ് എത്രയാണ് എന്ന് പറയണം അല്ലേ. എത്രയായിരുന്നു ഇവിടെ? വിദിഷയിലേക്ക് പോകുന്നത് 24 ആയിരുന്നു അല്ലേ. ഇവിടെ നമുക്ക് 24 എന്ന് എഴുതാം. റൈറ്റ് ദി നമ്പർ ഓഫ് ടിക്കറ്റ് സോൾഡ് ഫോർ ജബൽപൂർ എബവ് ദി ബാർ. ജബൽപൂരിലേക്ക് എത്രയായിരുന്നു? ജബൽപൂരിലേക്ക് 20 ആയിരുന്നു. അപ്പോൾ ഇവിടെ 20. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ദ ബാർ ഫോർ വിദിഷ ഈസ് 6 unit length ആൻഡ് ദി ബാർ ഫോർ ദി ജബൽപൂർ ഈസ് 5 unit length. വാട്ട് ഈസ് ദ സ്കെയിൽ ഫോർ ദിസ് ഗ്രാഫ്? അപ്പോൾ വിദിഷയുടെ ബാറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 യൂണിറ്റും ജബൽപൂരിൻ്റെ ബാറിൻ്റെ ലെങ്ത് 5 യൂണിറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിൻ്റെ സ്കെയിൽ എന്തായിരിക്കും? അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കഴിഞ്ഞ ദിവസം ഞാൻ സ്കെയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ജബൽപൂരും വിദിഷയുടേത് എത്രയായിരുന്നു? വിദിഷയുടേത് 24 ആയിരുന്നു അല്ലേ. അപ്പോൾ 24 ആയിരുന്നു. അപ്പോൾ വിദിഷയുടെ ബാറിൻ്റെ ലെങ്ത് നമ്മളോട് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 6 യൂണിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടല് 24 ടിക്കറ്റ്സ് ആണ് വിറ്റത്. അപ്പോൾ ആ വിദിഷയുടെ വരച്ച ബാറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് എത്രയായിരിക്കും? എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? 24 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ മതി. എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 4 ടിക്കറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ 4 ടിക്കറ്റ്സ് പെർ യൂണിറ്റ്. ഇനി അടുത്തത് ജബൽപൂരിൻ്റെത് 20 ആണല്ലേ. അപ്പോൾ 20 ബാറിൻ്റെ ലെങ്ത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ബാറിൻ്റെ ലെങ്ത് 5 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 20 ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. 5 4s are 20. ഇവിടെയും 4 എന്ന് കിട്ടി. ഇവിടെയും അപ്പോൾ 4 ടിക്കറ്റ്സ് പെർ യൂണിറ്റ്.
അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ സ്കെയിൽ ഫോർ ദിസ് ഗ്രാഫ് ഈസ്, രണ്ടിനും നമുക്ക് എന്താ കിട്ടിയത്? 4 ടിക്കറ്റ്സ് വെച്ചാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വാട്ട് ഈസ് ദ സ്കെയിൽ ഫോർ ദിസ് ഗ്രാഫ്? എന്ത് പറയാം? 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 4 ടിക്കറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് എത്രയാണോ ടോട്ടൽ നമ്പർ തന്നിരിക്കുന്നത് അതേ ഡിവൈഡഡ് ബൈ യൂണിറ്റ് ലെങ്ത് എത്രയാണോ അത് ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു യൂണിറ്റ് എത്രയാണ് എന്നുള്ളത് നമുക്ക് കിട്ടും. 4 ടിക്കറ്റ്സ് ആണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ഡ്രോ ദ കറക്റ്റ് ബാർ ഫോർ സാഗർ. സാഗറിന് വേണ്ട കറക്റ്റ് ബാർ നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? ഇവിടെ നമ്മളപ്പോൾ വെർട്ടിക്കൽ ലൈനും കൂടെ വരയ്ക്കുന്നു. നമ്പർ ഓഫ് ടിക്കറ്റ്സിൻ്റെ ഇവിടെ ഒരു യൂണിറ്റ് എത്ര വെച്ചാണ്? 4 വെച്ചാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ 4, 8, 12, 16, 20, 24, 28 ഇത്രയും വരെ വന്നു അല്ലേ? നമ്മളോട് ഇനി സാഗറിൻ്റെത് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാഗറിൻ്റെത് ഇവിടെ എത്രയായിരുന്നു? 16 ആയിരുന്നു. അപ്പോൾ 16 എവിടെ വരും? 16 ഇതാ ഇവിടെ വരും അല്ലേ? അപ്പോൾ നമ്മൾ സാഗറിൻ്റെത് ഇതാ ഇവിടെ വരച്ചു കൊടുക്കുന്നു. നിങ്ങൾ സ്കെയിലും പെൻസിലും യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വരയ്ക്കുക കേട്ടോ. ഇതാ ഇങ്ങനെ വരും. ഓക്കെ, ഇനി അടുത്തത് ആഡ് ദ സ്കെയിൽ ഓഫ് ദി ബാർ ഗ്രാഫ് ബൈ പ്ലേസിങ് ദി കറക്റ്റ് നമ്പേഴ്സ് ഓൺ ദി വെർട്ടിക്കൽ ആക്സിസ്. ഓക്കെ, അത് നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്തു. വെർട്ടിക്കൽ ആക്സിസിൽ നമ്മൾ ബാർ ഗ്രാഫിന് കറക്റ്റ് നമ്പേഴ്സ് നമ്മളിവിടെ ആഡ് ചെയ്തു. അത് ഞാൻ ആദ്യമേ ചെയ്തു കേട്ടോ. 4, 8 നമുക്ക് എത്രയാണ്? 1 യൂണിറ്റ് 4 എന്നായിരുന്നു കിട്ടിയത്. അതനുസരിച്ച് ഇവിടെ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആർ ദ ബാർ ഫോർ സിയോണി ആൻഡ് ഇൻഡോർ കറക്റ്റ് ഇൻ ദിസ് ഗ്രാഫ്? ഇഫ് നോട്ട് ഡ്രോ ദി കറക്റ്റ് ബാർസ്. അപ്പോൾ ഇവിടെ സിയോണിയുടെയും ഇൻഡോറിൻ്റേതും ഗ്രാഫിൽ തന്നിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് വരയ്ക്കണം. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഈ സിയോണിയുടേത് ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 16 ആണ് അല്ലേ? പക്ഷേ നമുക്കിവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? സിയോണിയുടേത് നമുക്ക് കറക്റ്റ് തന്നെയാണ് തന്നിരിക്കുന്നത്. ഇനി അടുത്തത് ഇൻഡോറിൻ്റെത് നമ്മളിവിടെ നോക്കുമ്പം 16നും കുറച്ചുകൂടെ മുകളിലാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഒരു 18 ഒക്കെ വരും. പക്ഷേ നമുക്കിവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 28 ആണ്. ഇൻഡോറിൻ്റെത് ഇൻകറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് കറക്റ്റാക്കി വരയ്ക്കണം. അപ്പോൾ 28 എവിടെ വരും? ഇതാണ് 28. ഇതിൻ്റെ ലെങ്ത് കറക്റ്റ് ഇതാ ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇവിടെ വരെ വരും. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കറക്റ്റായിട്ടുള്ള ഗ്രാഫ് നിങ്ങളിതിന് വരയ്ക്കണം. ഇതാണ് ഇൻഡോറിൻ്റെ കറക്റ്റായിട്ടുള്ള ഗ്രാഫ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. നിങ്ങൾ നന്നായി ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിൽ തേർഡ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. അത് ടോട്ടൽ നമ്പർ ഓഫ് ടിക്കറ്റിനെ ഈ തന്നിരിക്കുന്ന 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 യൂണിറ്റ് എത്രയാണ് എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.